ഈ ദൃശ്യങ്ങൾ കണ്ടാലെങ്കിലും കേരള പോലീസിന്റെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയരുത്. താങ്കളുടെ വകുപ്പിന് കീഴിലുള്ള പോലീസ് ഏമാന്മാർ ഒരു നിരപരാധിയെ വഴിയിൽ നിന്ന് പിടികൂടി സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ച് ചെവി തകർത്തു. നിസ്സഹായനായ ഒരാളെ വട്ടം കൂടി നിന്ന് കൈക്കരുത്തു തീർത്ത ഈ നീചന്മാരെ ഒരു നിമിഷം പോലും സർവീസിൽ നിർത്തരുത്. എത്രയോ പാവങ്ങളെ ഇവന്മാർ ഇഞ്ചപ്പരുവം ആക്കിയിട്ടുണ്ടാവും, ജീവിതം തകർത്തിട്ടുണ്ടാവും. എന്ത് ചെയ്താലും ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരണം ചമയ്ക്കുന്നവർ തലപ്പത്തുള്ളപ്പോൾ ഇതിനപ്പുറവും സംഭവിക്കും. നിയമ പോരാട്ടത്തിലൂടെ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാൻ മർദ്ദനമേറ്റ സുജിത്തിന് കഴിഞ്ഞതുകൊണ്ട് മാത്രം ഈ ഇടിമുറി രഹസ്യം ലോകമറിഞ്ഞു. പിണറായി പോലീസിലെ മർദ്ദന വീരന്മാരെ കണ്ട് കേരളം ഞെട്ടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിയമം നടപ്പാക്കുന്നത് ഒരു കൂട്ടം കാപാലികർ. ഏപ്രിൽ 5 കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെയാണ് പോലീസ് പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. എന്തിനാണ് എന്ന് ഇപ്പോൾ സുജിത്ത് പറയുന്നത്, പോലീസ് തൻ്റെ സുഹൃത്തുക്കളെ അകാരണമായിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അത് ചോദ്യം ചെയ്ത സമയത്ത് അവരെ വിട്ടയച്ചതിന് ശേഷം സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഭീകരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ലോകം ഇപ്പോൾ കാണുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അന്ന് കള്ളക്കേസിൽ കുടുക്കി മദ്യപിച്ചു എന്ന് വരുത്തി തീർത്ത് ജയിലിൽ അടയ്ക്കുവാനായിരുന്നു പോലീസിന്റെ തീരുമാനം. പക്ഷേ മദ്യപിച്ചിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായതോടുകൂടി മജിസ്ട്രേറ്റ് ജാമ്യം നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെ പോലീസിന്റെ ആദ്യ നീക്കം പൊളിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് സുജിത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇതേ പോലീസുകാർ 4 പേരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന നുഹ്മാൻ,
പിന്നെ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഈ പറയുന്ന നൂമാനാണ്. പിന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ. ഈ പേര് കേരളം മറക്കരുത്, ഈ പേര് കേരളം ചർച്ച ചെയ്യണം. ഈ 4 പേരും കാട്ടിക്കൂട്ടിയ ക്രൂരത, ഈ നീചന്മാരെ കേരളം കാണണം. ഈ 4 നീചന്മാരെയും ഇതുവരെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിച്ചു വരികയായിരുന്നു. അതിനിടെ എന്തോ സ്ഥലം മാറ്റമൊക്കെ നൽകി അവരെ സുഖിപ്പിച്ച് നിർത്തുകയായിരുന്നു. അവർക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം നൽകി ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാൻ പോലും, സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വരുന്നത് തടയുന്നതിന് വേണ്ടിയും പോലീസിൽ നിന്ന് ശ്രമമുണ്ടായി. സുജിത്ത് കോടതിയെ സമീപിച്ചു, മജിസ്ട്രേറ്റ് ഇടപെട്ടു. ഈ 4 പേർക്കെതിരെയും കേസെടുക്കണം എന്ന നിർദ്ദേശം നൽകി. എന്നിട്ടും CCTV ദൃശ്യങ്ങൾ നൽകുവാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് വിവരാവകാശ കമ്മീഷനെ സുജിത്ത് സമീപിക്കുകയും പോലീസിനെ വിവരാവകാശ കമ്മീഷൻ വിളിച്ചു വരുത്തുകയും ദൃശ്യങ്ങൾ നൽകുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെയാണ് ലോകം കാണുന്ന ഈ ദൃശ്യം പുറത്തു വന്നത്. കുന്നംകുളം സ്റ്റേഷനിൽ നിരപരാധിയായ ഒരാളെ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് കൂടിയാണ്, ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് തല്ലിച്ചതച്ച് ഇപ്പോൾ സുജിത്തിന് ചെവി കേൾക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, ചെവി അടിച്ച് തകർക്കുകയായിരുന്നു. അതിക്രൂരമായിട്ടായിരുന്നു മർദ്ദനം. CCTV ഉള്ള മുറികളിൽ വെച്ച് മാത്രമല്ല, CCTV ഇല്ലാത്ത മുറികളിലും മർദ്ദനം തുടർന്നു. അപ്പോൾ മർദ്ദനത്തിന്റെ കാഠിന്യം ഇതിലും കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നവകേരളത്തിലെ പോലീസിനെയാണ് കണ്ടത്, മർദ്ദന വീരന്മാരെ, ഇടിവീരന്മാരെയാണ് ഈ കണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ 4 പേർക്കും സർവീസിൽ ഇപ്പോഴും തുടരുവാൻ സഹായം കിട്ടുന്നത്? ആരാണ് ഇവരെ സഹായിക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടായില്ല? ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴെങ്കിലും എന്തെങ്കിലും നടപടി എടുക്കുവാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ? ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുവന്ന് മർദ്ദിച്ച് കള്ളക്കേസുണ്ടാക്കി ജയിലിലടയ്ക്കാൻ നടത്തിയ ഈ ശ്രമം. ഇപ്പോൾ പ്രൈം ഡിബേറ്റിൽ ചേരുന്നത് OJ ജനീഷ്, കോൺഗ്രസ് നേതാവ്, ഒപ്പം ഡോക്ടർ B ജയരാജ്, CPM സഹയാത്രികൻ, MK ഹരിദാസ്, പൊതുപ്രവർത്തകൻ എന്നിവരാണ്. ശ്രീ ജനീഷ്, കേൾക്കാമോ? ശ്രീ MK ഹരിദാസ്, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇതിൽ ഒന്നും പറയുവാനില്ല, ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നതാണ്. ഇനിയും ഇതൊരു രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുത്തിയെടുക്കാൻ, പോലീസിനെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ പതിവ് ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയുകയില്ല, ഒറ്റപ്പെട്ട സംഭവമാക്കിയും കാണാൻ കഴിയുകയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുള്ളതാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? നവകേരള യാത്രയിലെ ആലപ്പുഴയിൽ വെച്ചിട്ട് വികലാംഗനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കുറുവടി കൊണ്ടും അതുപോലെ തന്നെ കായിക ബലം കൊണ്ടും നേരിട്ടിട്ടുള്ള വ്യക്തികൾക്ക് പിറ്റേ ദിവസം ഗുഡ് സർവീസ് എൻട്രി കൊടുത്തൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതിൽ എന്ത് അതിശയമാണ് മഞ്ജുഷ ഇത്ര തോന്നാനുള്ളത്? അതുപോലെ തന്നെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇഷ്ടിക കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും യുവാക്കളെ തല്ലിച്ചതയ്ക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൺമുന്നിൽ കാണുന്ന ഒരു വിഷയം പോലും ലഘൂകരിച്ചുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്താണ് ഈ കേരളത്തിൽ ഈ കാണുന്നത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് 3 ദിവസം മുമ്പോ 4 ദിവസം മുമ്പോ നമ്മുടെ ഉദയകുമാർ തിരുവനന്തപുരം പോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഒരു യുവാവിനെ അതിക്രൂരമായിട്ട് 3ാം മുറ പ്രയോഗിച്ചിട്ട് മരിക്കേണ്ടി വരികയും അതിലെ ഒരു കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ കുറച്ചുകൂടി പരമോന്നത കോടതി അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് വിട്ടയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ നാളെ നമുക്കൊക്കെ ഈ പോലീസുകാരിൽ നിന്നുണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഏത് വാതിൽ പോയിട്ടാണ് മുട്ടുക? ഞാൻ ഈ സുജിത്തിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. മഞ്ജുഷിനറിയാൻ ഞാനൊരു വിവരാവകാശ പ്രവർത്തകനാണ്, 2000-ഓളം അപേക്ഷ അയച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഈ 2000 അപേക്ഷകളുടെ മുമ്പില് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള ഈ കഴിഞ്ഞ 2 വർഷവും 4 മാസവുമായിട്ട് അദ്ദേഹം ഇത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗവും അദ്ദേഹം സഹിച്ചിട്ടുള്ള ബുദ്ധിമുട്ടും നന്നായി അറിയാവുന്നത് കൊണ്ട് പറയാണ്, അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. തനിക്ക് നേരിട്ട് ഈ ബുദ്ധിമുട്ട് നാളെ ഇവിടുത്തെ മറ്റൊരു നികുതിദായകന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച ഈ ശുഷ്കാന്തിയോട് ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് മഞ്ജുഷേ. ഇതിലൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ ഗുണ്ടകളെയും ഇവിടുത്തെ ഈ നമ്മൾ പറയില്ലേ അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധരെയും നേരിടാൻ ഇത്തരത്തിലുള്ള പോലീസുകാരെ കൊണ്ടാണോ നമുക്ക്? അല്ല, ഗുണ്ടകളെ കണ്ടാൽ അവർ തൊഴുതു നിൽക്കും. ഒരു ഗുണ്ടയെ ഒരു കാരണവശാലും ഈ പോലീസുകാർ കൈകാര്യം ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ മുന്നിൽ തൊഴുതു നിൽക്കും. പക്ഷെ നിരപരാധിയായ ഒരാളെ എങ്ങനെയാണ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കാണിച്ചു തരികയാണ് നമ്മുടെ പിണറായി പോലീസ്. അതിന് ഉദാഹരണമാണ് 2 വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെ സുജിത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുവാൻ
സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി മാത്രമാണ്. സാധാരണയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് നശിപ്പിക്കപ്പെടുന്നതാണ് പതിവ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ദൃശ്യം നശിപ്പിക്കപ്പെടാതെ ഇരുന്നു. അതുകൊണ്ടാണ് ലോകം ഇപ്പോൾ ഇത് കാണുന്നത്. ഇപ്പോൾ ശ്രീ OJ ജനീഷ്, ഈ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നയാളാണല്ലോ താങ്കൾ. ഈ നിയമ പോരാട്ടത്തിൽ സുജിത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജനീഷ് കേൾക്കുന്നില്ലേ? ജനീഷ് ജനീഷ് കേൾക്കുന്നോ? 2023 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് സുജിത്തിന് ഇത്തരത്തിലുള്ള മർദ്ദനം ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സുജിത്തിന്റെ വീടിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്ന് 2 ചെറുപ്പക്കാരെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ സുജിത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഇടപെടുന്നത്. പോലീസ് സുജിത്തിനെ അവിടെ ജീപ്പിൽ ബലമായി പിടിച്ചു കയറ്റുന്നു, ജീപ്പിൽ മർദ്ദിക്കുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദനമാണ് സുജിത്തിനെ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇപ്പൊ നേരത്തെ അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, സാധാരണ രീതിയിൽ ഈ ദൃശ്യങ്ങളൊക്കെ നശിപ്പിക്കപ്പെടേണ്ടതാണ്. നോക്കൂ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഈ ദൃശ്യങ്ങളില്ല. ഇത് സുജിത്ത് തന്നെ കമ്മീഷണർക്ക് ഒരു പരാതി റിട്ടേണായിട്ട് കൊടുത്തു. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് സുജിത്ത് തന്നെ കമ്മീഷണർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം കമ്മീഷണറുടെ പക്കൽ സൂക്ഷിക്കപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യമില്ല. ആ ദൃശ്യങ്ങൾ അവിടെ നശിപ്പിക്കപ്പെടും. ഈ കേസിൽ സുജിത്തിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അയാളുടെ പേരിൽ ഇവിടെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്തു. അദ്ദേഹത്തിന്റെ പേരിൽ 15C അബ്കാരി ആക്ട് പ്രകാരം ഇതുവരെയും മദ്യപിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ 15C അബ്കാരി ആക്ട് പ്രകാരവും കേസെടുത്തു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് പറയുകയും മജിസ്ട്രേറ്റിന് ഈ കേസിൽ കേസാണ് ബോധ്യപ്പെട്ട ദിവസം തന്നെ മജിസ്ട്രേറ്റ് ജാമ്യം വിളിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്കായി പോകുന്നത്. ആ ഘട്ടത്തിലാണ് സുജിത്തിന്റെ ചെവിക്കുൾപ്പെടെ വന്നിട്ടുള്ള മാരകമായ പരിക്ക് ബോധ്യപ്പെടുന്നത്. അയാളുടെ ചെവിക്ക് പെർമനന്റ് ആയി തന്നെ കേൾവിക്കുറവ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ ഒരു സംഭവത്തെ എത്ര ക്രൂരമായിട്ടാണ് പോലീസ് സുജിത്തിനെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത്? പോലീസിന് അങ്ങനെ ഒരു പ്രതിയെ ഫിസിക്കലി അടിക്കാൻ സാധിക്കുമോ, മർദ്ദിക്കാൻ സാധിക്കുമോ? പോലീസ് മാനുവൽ എവിടെയെങ്കിലും പോലീസിന് അതിന് പ്രത്യേകമായ അധികാരം നടക്കുന്നുണ്ടോ? റീസണബിൾ ആയിട്ടൊരു ഫോഴ്സ് ഉപയോഗിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. റീസണബിൾ ആയ ഫോഴ്സ് ഉപയോഗിക്കുന്ന ഗ്രൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്. പ്രതി ആയുധം കൈവശം ചേർത്ത് നിൽക്കുകയും മാത്രമാണ്. ഇവിടെ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ പോലും അയാൾക്ക് ഷർട്ടില്ല. അയാളെ പോലീസ് പിടിച്ചുകൊണ്ടുവരുന്നു. അയാൾ പോലീസ് സ്റ്റേഷനകത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇവർ ചുറ്റും കൂടിയെന്ന ഓരോ കാര്യങ്ങൾ ചോദിച്ച് അയാൾ മർദ്ദിക്കുകയാണ്. 2 കൈ പൊക്കിക്കൊണ്ട് മർദ്ദിക്കരുന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും ക്രൂരമായ രീതിയിലല്ലേ കുനിച്ചു നിർത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുട്ടുകൈ കൊണ്ട് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അയാളുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രഹരം ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ എത്ര കാലം ഇതിന്റെ ഭാഗമായ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനു മുമ്പ് 1997 DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണമുണ്ട്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളെ ടോർച്ചർ ചെയ്യുന്നത്, ബീറ്റ് ചെയ്യുന്നത്, ഹരാസ്മെന്റ് ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ ഇത് ഇവിടെ ജനീഷ് ഇവിടെ സംഭവിച്ചത് പോലീസുകാർ തന്റെ കൂട്ടുകാരെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിച്ചത് അത് പറ്റില്ല, അത് നിരപരാധികളാണ് അവർ എന്ന് പറഞ്ഞു പോയി എന്നുള്ള ഒറ്റ കുറ്റത്തിനാണ് പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ, കൂടെ ഉണ്ടായിരുന്നവരെ വിടുകയും സുജിത്തിനെ വണ്ടിയിലേക്ക് വലിച്ചിഴച്ച് കയറ്റുകയും ഷർട്ട് പോലും ഊരിക്കളയുകയും ജീപ്പിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും ചെയ്തത്. ഈ 4 പേരുകൾ ഒരിക്കൽ കൂടി പറയുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന SI നുഹ്മാൻ, ഇയാളാണ് ആ ജീപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്. നുഹ്മാനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നത്. സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ഇടിയന്മാരായ CPOമാരുണ്ടായിരുന്നു. ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ. മറക്കരുത്, ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ, ഈ 3 പേരും ഉണ്ടായിരുന്നു. അവരവരുടെ കൈക്കരുത്ത് അവിടെ തീർക്കുകയായിരുന്നു ഉണ്ടായത്. ഈ 4 പേരും ഇപ്പോഴും ഗവൺമെന്റ് സർവീസിലുണ്ട്. 3 പേർ പോലീസിൽ തന്നെയുണ്ട്. ഒരാൾ വില്ലേജ് ഓഫീസറാണ്. ഇവരൊക്കെ എന്ത് സേവനമായിരിക്കും ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഈ 2 വർഷവും ഈ 4 പേരെയും
സംരക്ഷിച്ചു വരികയായിരുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് ചെറിയ എന്തോ അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നാണ് ഇവിടെ ജനീഷ് പറയുമ്പോഴാണ് വ്യക്തമായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിരുന്നു, ഒരു നടപടിയും ഉണ്ടാകാതിരിക്കാൻ. കമ്മീഷണർ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതും സുജിത്തിന്റെ നിയമ പോരാട്ടം വിജയിച്ചതുകൊണ്ട് മാത്രം, വിവരാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രം. ആ 4 പേരെയും ഓർക്കുക. ഈ 4 പേരാണ്, അവരുടെ മുഖം ഓർത്തു വയ്ക്കുക. ഈ 4 പേരുമാണ് അതിക്രൂരമായി ആ യുവാവിനെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവമാക്കിയത്, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചത്. എന്തിനാണെന്ന ചോദ്യത്തിന് പോലീസിന് നേരെ ഒരു ചോദ്യം ചോദിച്ചു പോയി. അതിനുവേണ്ടിയായിരുന്നു ഈ മർദ്ദനം അത്രയും ആ സ്റ്റേഷനിൽ നടന്നത്. കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്ന രീതിയിലാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതും മർദ്ദിച്ചതും ഈ നീചന്മാർ. ശരി, ശ്രീ ജനീഷ്, അതിനുശേഷം നടന്ന സംഭവം എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വരാൻ ഇടയായത്? ഇത് തടസ്സപ്പെടുത്തുവാൻ എന്തെല്ലാം ശ്രമങ്ങളുണ്ടായി? പിന്നെ കാപ്പ് ചുമത്താനുള്ള ശ്രമം നടന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചില്ലേ ഇതിനിടയ്ക്ക്? ഈ സംഭവത്തിന് ശേഷം സുജിത്തിന്റെ പേരിൽ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി. അയാളുടെ പേരിൽ മദ്യപിക്കാത്ത ഒരാളുടെ പേരിൽ മദ്യപിക്കുന്ന വകുപ്പ് ചുമത്തി. അയാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. പിന്നീട് പലപ്പോഴും സുജിത്തിനെ പോലീസ് വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നുള്ള സമ്മർദ്ദമുണ്ടായി. ഈ കേസിൽ നിന്ന് പിന്മാറാത്തതിന്റെ പേരിൽ അയാളുടെ പേരിൽ 107 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും അയാളെ ഗുണ്ട ആക്ടിൽ പ്രതിയാക്കാനുള്ള ശ്രമം പോലും കുന്നംകുളം പോലീസ് നടത്തി. ഇവിടെ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ഈ ചെറുപ്പക്കാരനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടാനുള്ള ശ്രമം പോലും കുന്നംകുളം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അധികാരപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും അവർക്കെതിരെ എടുത്ത നടപടി എന്ന് പറയുന്നത് ഒരു സ്ഥലം മാറ്റം മാത്രമാണ്. ഞാനത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങളന്ന് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയതാണ്. ഒരു സ്ഥലം മാറ്റവും 2 വർഷത്തെ ഇൻക്രിമെന്റ് തടസ്സപ്പെടുത്തലും മാത്രമാണോ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കേണ്ടത്? ഇതൊരു സാധാരണ രീതിയിലുള്ള ഒരു കേസല്ലല്ലോ. ഈ കേസിൽ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു പോലീസിംഗ് അല്ല നടത്തുന്നത്. ഇവരുടെ മുറയിൽ മുഴുവൻ നഷ്ടപ്പെട്ടവരാണ്. ഇവർ കൃത്യമായ ക്രിമിനലുകളാണ്. ഈ സർക്കാരിന്റെ കീഴിൽ പോലീസ് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ ദൃശ്യങ്ങൾ ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഈ 4 പേര് ഇപ്പോൾ എവിടെയാണ്? കൊടുക്കേണ്ടി വന്നത് 2 വർഷക്കാലത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് അയാൾ അന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ ഇവിടെ എല്ലാവരും തിരിച്ചറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സുജിത്ത് നടത്തിയ ഒരു പോരാട്ട വീര്യം കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. സുജിത്ത് സ്വാഭാവികമായ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അവനെ സംബന്ധിച്ച് ഇത്തരം ഒരു വിഷയത്തിൽ മനസ്സു പതറാതെ ഉറച്ചു നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധ്യവും സംഘടനാ കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇത്തരത്തിൽ സാധിക്കാതെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പോലീസിന്റെ മർദ്ദനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ഈ പോലീസിന്റെ അക്രമങ്ങൾക്ക് മുമ്പിൽ അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? നാളെ ഒരുപക്ഷെ ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ പിണറായി വിജയൻ സർക്കാർ വേണമെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വിശിഷ്ട സേവാ മെഡൽ കൊടുക്കുമായിരിക്കും. നേരത്തെ നവകേരള മാർച്ചിനെതിരെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാരെ കാറിൽ നിന്നിറങ്ങി അടിച്ച ഗൺമാന് പ്രത്യേക പുരസ്കാരം കൊടുത്തതുപോലെ തന്നെ ഈ പോലീസുകാരെയും ഒരുപക്ഷെ ഈ സർക്കാർ സംരക്ഷിക്കുമായിരിക്കും. പക്ഷേ എത്രയൊക്കെ മെഡൽ കിട്ടിയാലും പൊതുജനം ഇവരെ മടൽ വെട്ടിയടിക്കുന്ന കാഴ്ച അതിവിദൂരമല്ല. ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ടത് ഇവർ നാളുകളിലും തെരുവിലേക്ക് ഇറങ്ങുന്നവർ തന്നെയാണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നീതിയുടെ ഭാഷ ഉണ്ടായില്ലെങ്കിൽ, നിയമത്തിന്റെ പിൻബലം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ തെരുവിൽ നേരിടേണ്ടതായി വന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് മടിക്കില്ല എന്ന് മാത്രമല്ല, കേൾക്കുന്നുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഈ 4 പേരും എവിടെയാണെന്ന് അറിയാമോ? ഏത് സ്റ്റേഷനിലാണ്? ഒരാൾ മറ്റൊരു സർവീസിലേക്ക് പോയല്ലോ. ഇവരിപ്പോ എവിടെയൊക്കെയാണ് ഈ 4 പേരും? ഒരാള് SI ആണ്, മറ്റൊരാൾ CPI ആണ്. ഒരാളിന്ന് സർവീസിൽ നിന്ന് രാജിവെച്ച് പിന്നീട് മറ്റൊരു മേഖലയിലേക്ക് ഇപ്പോൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പഴയുന്നവരാണ് ജോലി എന്ന് മനസ്സിലാക്കുന്നത്. ഇവർക്കാർക്കും ഈ പറയുന്ന പോലീസിന്റെ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകില്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഇത്രമേൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന കാഴ്ച ഇന്ന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചങ്കപ്പെടയുന്ന ഒരു സാഹചര്യത്തിലാണ് കാണാൻ വേണ്ടി. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടന്ന മർദ്ദനം എന്ന രീതിയിൽ മാത്രമല്ല, ഇതൊരു സാധാരണയാളിനെതിരെ, ഒരു നിരപരാധിക്ക് നേരെ നടന്ന മർദ്ദനമായിട്ട് തന്നെ കേരളം ഏറ്റെടുക്കുകയാണ്. ഈ 4 പേരും അന്ന് SI ആയിരുന്ന നുഹ്മാൻ ഇപ്പോഴും SI ആണെന്നാണ് വിവരം. ചിലപ്പോൾ ഉയർന്ന ഗ്രേഡ് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ അത്രത്തോളം അധപ്പതിക്കില്ല ആഭ്യന്തര വകുപ്പ്. പക്ഷേ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ
ഈ 3 പേരും ഇപ്പോഴും സർവീസിലുണ്ട് എന്നാണ്. ഒരാൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടും ജോലി ചെയ്യുന്നു. ഈ 4 പേരെയും കേരളം മറക്കരുത്, ഓർത്തു വെക്കണം. ഈ 4 മുഖങ്ങളും ഓർത്തു വെക്കണം. 4 പോലീസുകാരുടെയും ഒരു നിരപരാധിയെ തല്ലിച്ചതച്ചത് ഈ രീതിയിൽ. ശ്രീ ബി ജയരാജൻ, നവകേരളത്തിലെ പിണറായി പോലീസിന്റെ അവസ്ഥയാണിത്. ഇതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, 2 വർഷത്തിന് ശേഷവും ഇവർ സ്വതന്ത്രരായി വിഹരിക്കുന്നു, സുഗമമായി അവരുടെ ജോലി ചെയ്യുന്നു, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മേലധികാരികൾക്ക് പോലും ഈ ദൃശ്യങ്ങൾ കണ്ട് ഇവർ കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടതാണ്, കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ആ ചെറുപ്പക്കാരൻ അന്നേ ദിവസം തന്നെ ജാമ്യം കിട്ടിയത്. വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടത് കൊണ്ട് മാത്രം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സുജിത്ത് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് മാത്രം പുറത്തു വന്നു. അപ്പോൾ മേലധികാരികൾ ഒതുക്കാൻ ശ്രമിച്ചത് ഇപ്പോഴും ഇവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് കുറ്റക്കാർ? ആഭ്യന്തര വകുപ്പാണ് കുറ്റക്കാർ. അതിന്റെ തലപ്പത്ത് ആരാണ്? മഞ്ജുഷ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലീസ് സർവീസ് മാനുവലിലും അതുപോലെ തന്നെ സ്റ്റേഷൻ ഹൗസ് മാനേജ്മെൻറ്റിന് പ്രത്യേകമായിട്ടുള്ളൊരു മാനുവലിലും വളരെ വ്യക്തമായിട്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് വ്യക്തമായി അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് വളരെ അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എത്തിക്കൽ ബിഹേവിയർ ആൻഡ് പ്രൊഫഷണലിസം. എത്തിക്കൽ ബിഹേവിയർ ആൻഡ് പ്രൊഫഷണലിസത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ നല്ല ബിഹേവിയർ, കൈൻഡ്നസ്, ഇതൊക്കെയാണ് അതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല കൈൻഡ്നസ് ആണല്ലോ അവിടെ കാണുന്നത്, നല്ല കൈൻഡ്നസ് ആണല്ലോ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതേ ആളുകൾ ഇപ്പോഴും എങ്ങനെ സർവീസിലിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മാത്രം കുഴപ്പമല്ല, അവരുടെ മുകളിലുള്ള മേലാളന്മാരുടെയും കുഴപ്പമാണത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ 3rd ഡിഗ്രി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, കേരളത്തിൽ നടാടെയൊന്നുമല്ല. ഈ ഒരു കേസ് 3rd ഡിഗ്രി ഒന്നും ഉപയോഗിച്ചതല്ല. ഇതിനകത്ത് മർദ്ദിക്കുന്നുണ്ടത് ശരി തന്നെയാണ്. ഈ ഉരുട്ടല് ഇപ്പം നവാബ് രാജേന്ദ്രനെ ഉരുട്ടിയതുപോലെ കെ കരുണാകരൻ്റെ പോലീസിന്റെ കാലത്ത്, അതുപോലെ തന്നെ ഈശ്വരവാര്യയുടെ മകനെ രാജൻ കേസ്, ഇതൊന്നും നമ്മൾ മറക്കാറായിട്ടില്ല. ഇങ്ങനെ നിരന്തരമായ ഓരോരോ കാലഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ് നടന്നത്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള അക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുത്തിട്ടുള്ള, സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള 600-ലധികം പോലീസുകാരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇത് കാണോ, ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ ശ്രീ ജയരാജ്. ഈ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഇതിനേക്കാൾ വലിയ ജീവനുള്ള ദൃശ്യങ്ങൾ വേണോ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളിപ്പം മരിച്ചു, ആ മരിച്ചെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി എങ്കിലും കിട്ടണം. ആ ഡെഡ് ബോഡി പോലും കിട്ടാതെ വർഷങ്ങളോളം ഒരു അച്ഛൻ കയറി ഇറങ്ങി നടന്നത് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളെ പോലെ ഒരു ജേർണലിസ്റ്റിനെ ഭേദ്യം ചെയ്ത് അയാളുടെ പല്ലുകളെല്ലാം ഇടിച്ചു കൊഴിച്ചത് അടിയന്തരാവസ്ഥ കാലത്താണ്. അത് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്താണ്. കെ കരുണാകരനെതിരെയൊക്കെ സമരം നയിക്കുകയും അത് കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ഭരണ തലപ്പത്ത് ഇരിക്കുന്നവർക്കെതിരെ സമരം ചെയ്യുകയും ചെയ്ത ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത്രയും നികൃഷ്ടമായ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. ശ്രീ ജയരാജ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്, ഒരു വാക്കുകൊണ്ട് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവമാണ്. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാമായിരുന്നു. ഇതൊന്നുമില്ലാതെ വഴിയിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് തുണി പോലും ഇല്ലാതെ മർദ്ദിച്ച് അവശനാക്കി ചെവിയും തകർത്തതിനു ശേഷം ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇക്കാര്യത്തിൽ സാധ്യമാവുകയില്ല. അതിനേക്കാളെല്ലാം ഉപരി ഈ 4 പേരും ഇപ്പോൾ സർവീസിലുണ്ട് എന്നുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഇത് ഈ ഒരു CCTV ദൃശ്യം വന്നതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. ഇവർ കുന്നംകുളം സ്റ്റേഷനിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും, ഓരോ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനൊന്ന് പറയട്ടെ മഞ്ജുഷ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇതിനകത്ത് നമ്മൾ വൺ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ പോലീസ് സ്റ്റേഷനിൽ 2 ചെറുപ്പക്കാർ നിന്നപ്പോൾ ആ ചെറുപ്പക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവരോട് പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ വ്യക്തി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു ഭാഷ്യമാണ്. അതിന്റെ വീഡിയോ റെക്കോർഡിങ്ങോ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായ ധാരണ ഈ ഇരിക്കുന്ന ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ജയരാജ് ഉദ്ദേശിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ പോലീസിന് നേരെ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ജനീഷ്, കേട്ടോ?
ശ്രീ ജെ ജയരാജ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് CPM-ന്റെ വാദം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം CPM സഹയാത്രികൻ എന്ന് പറയുന്ന അപ്പുറം CPM-ന്റെ പാർട്ടി ഭാരവാഹിയെ പോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരാളെ പൊതു റോഡിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ ഈ രീതിയിലാണോ ജനമൈത്രി പോലീസ് പെരുമാറേണ്ടത്? മൂന്നാം മുറയുടെയൊക്കെ കാലം കഴിഞ്ഞില്ലേ? അടിയന്തരാവസ്ഥയുടെ കാലം പറഞ്ഞുകൊണ്ട് ഇന്നും പിണറായി വിജയന്റെ പോലീസിന്റെ ചെയ്തിയെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കുക, അയാൾ എത്ര ചെറുപ്പമാണ്. ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അകാരണമായി മർദ്ദിക്കുന്നു. അയാൾ ഏത് കേസിലാണ് പ്രതി? അയാൾ എന്തെങ്കിലും ബലാത്സംഗ കേസിൽ പ്രതിയാണോ? അയാൾ എന്തെങ്കിലും വല്ല സ്ട്രീറ്റ് റോബറി കേസിൽ പ്രതിയാണോ? അയാൾ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്, ആ നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. അയാളെ കൊണ്ടുവന്ന് കുന്നംകുളം പോലീസിന് അപരിചിതനല്ല. കുന്നംകുളം പോലീസിന് ആ ചെറുപ്പക്കാരനെ നല്ലപോലെ അറിയാം. നാട്ടിലെ പൊതുകാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ വ്യക്തിവിരോധമോ അതല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധമാണ് കുന്നംകുളം പോലീസ് തീർത്തത്. അദ്ദേഹം AC മൊയ്തീനെതിരെ വളരെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ചെറുപ്പക്കാരൻ കൂടിയാണ്. അപ്പോൾ ആ തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് പോലെ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയാണ്. അങ്ങനെ മർദ്ദിച്ച ആളുകൾക്കെതിരെ തക്കതായ നടപടിയെടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. ഈ സർക്കാരിന്റെ ജനമൈത്രി പോലീസിന്റെ നയം ഇതാണ് എന്ന് B ജയരാജ് പറഞ്ഞാൽ മതി. അടിയന്തരാവസ്ഥ കാലത്തിനോട് ഉപമിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തിനേക്കാൾ ഭീകരമായി സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടതായിട്ട് വരും. കാരണം ആ രീതിയിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ഹരിദാസ്, ജയരാജിന്റെ വാദങ്ങളെ എങ്ങനെ കാണുന്നു? ജയരാജിന്റെ വാദങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ജയരാജ് തന്നെയല്ലേ പറയണത് മറ്റേതൊരു സർക്കാരിന്റെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ പോലീസുകാരെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയന്റെ 9 വർഷവും 3 മാസവും നീണ്ട ഭരണത്തിന് കീഴിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, ഈ 9 വർഷവും 3 മാസവുമുള്ള ഭരണത്തിന് കീഴിലെ ഇവിടെ പോലീസ് ജനങ്ങളുടെ നേരെ അഴിഞ്ഞാടുകയാണ്. നികുതിദായകരോട് നന്നായി പെരുമാറേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നും ചീത്തയായ പെരുമാറ്റം ഉണ്ടാവുകയും അതിനെതിരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ നീതി നിയമ സംവിധാനങ്ങളും ശക്തമായി പ്രചോദനം ചെലുത്തുകയും ചെയ്യുക വഴി ധാരാളം പേരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? പക്ഷെ മറ്റു സർക്കാരുകളുടെ കാലത്ത് ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരു ഉദയകുമാറിന്റെ കേസ് അല്ലാണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിരൽ മടക്കാവുന്ന മറ്റൊന്നുണ്ടോ? അടിയന്തരാവസ്ഥയുടെ ഭീകര നാളുകളിലേക്ക് ഈ ഒരു വിഷയം വലിച്ചിഴക്കല്ലേ ശ്രീ ജയരാജ്, ദയവ് ചെയ്തിട്ട്. കാരണം ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നവീകരിച്ച പോലീസാണ്. പുറത്ത് ജനമൈത്രി പോലീസ് എന്നോ അല്ലെങ്കിൽ ജനങ്ങളോട് പ്രിയമുള്ള പോലീസ് എന്നോ ബോർഡ് വെച്ചത് കൊണ്ടായില്ല. അവിടെ ചെല്ലുന്ന ജനങ്ങൾക്ക് നികുതിദായകരാണെന്ന ബോധത്തോട് കൂടിയിട്ട് പെരുമാറാനുള്ള ഒരു സഹിഷ്ണുത പോലീസുകാർക്ക് ഇല്ലാതെ പോയത് ഈ 9 വർഷവും 3 മാസത്തിനും ഇടയ്ക്കാണ്. അക്കമിട്ട് നിരത്തിയാൽ ഏകദേശം 1ാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം തന്നെ, ഈ പിണറായി വിജയൻ തന്നെ പോലീസിന് തെറ്റുപറ്റി എന്ന് 9ഓ 10ഓ തവണ പറയേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. സ്വന്തം സുരക്ഷയ്ക്ക് രാവിലെയും വൈകുന്നേരവും പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തിയുടെ 1% ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഇവിടുത്തെ പോലീസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ദിനംപ്രതി പരിശോധിക്കാൻ ഒരു സംവിധാനം ഇല്ലാതെ പോയതാണ് കേരളത്തിലെ പോലീസ് ഇത്രയും വഷളാവാനുള്ള കാരണം. ഞാൻ നേരത്തെ പറഞ്ഞു പൂർത്തിയാകും മുമ്പ് മഞ്ജുഷ ഇടപെട്ടു. ഒരു ഗുണ്ടയുടെ കയ്യിൽ ഇത്തരത്തിൽ നമ്മളൊക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പോലും ഈ വട്ടിട്ട് ഈ 3 പേര് കുനിച്ചു നിർത്താനും കൈ പൊക്കി ഇടിക്കാനും കാണിക്കുന്ന വ്യഗ്രത ഒരു ഗുണ്ട കാണിക്കില്ല. 1 or 2 മിനിറ്റിനുള്ളിൽ അവരുടെ വൈരാഗ്യം തീർത്തിട്ട് പോവും. പക്ഷെ ഇവിടെ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരനെ, ശ്രീ ജയരാജ് താങ്കൾ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ എന്താണ് അവിടെ ചെയ്തത്? എന്തോ ചെയ്യട്ടെ ശ്രീ ജയരാജ്. പരമോന്നത നീതിപീഠത്തിന്റെ കാര്യം ഇവിടെ സംസാരിച്ച യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തൊക്കെ മാനദണ്ഡങ്ങൾ. ഈ പോലീസുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തത് എന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അവിടെ കൂട്ടം കൂടി നിന്ന് കുറെ ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. അതെന്തിനാണെന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെ വിട്ടിട്ട് ഇദ്ദേഹത്തെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇതേ സംഭവിച്ചിട്ടുള്ളൂ ശ്രീ ജയരാജ്. ഹരിദാസ്, അതിനാണ് ജയരാജ് ഇത്രമാത്രം വീറോടെ പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഒരു അതർ സൈഡ് ഇതിനുണ്ട് എന്ന്. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യത്തിന് കാണുന്നുണ്ടെങ്കിൽ അതിന് 2 സൈഡും തീർച്ചയായിട്ടും കാണണം. ഈ പോലീസ് അതിക്രമങ്ങളെന്നും ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അവാസ്തവമാണ്. സമരം ചെയ്യുന്ന SFIക്കാരുടെ ജനനേന്ദ്രിയത്തിലെ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതൊന്നും മറന്നിട്ടൊന്നുമില്ല. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംഭവമാണത്. ഇലക്ട്രിക് ബാറ്റൺ കൊണ്ടുവന്ന് കുട്ടികളുടെ, അത് സ്കൂൾ കുട്ടികളുടെയും കോളേജ് കുട്ടികളുടെയും ജനനേന്ദ്രിയത്തിൽ അത്
പ്രയോഗിച്ച പോലീസാണ് കേരളത്തിലുള്ളത്. അല്ലാതെ ഈ 10 വർഷം കൊണ്ടല്ല ഇവിടുത്തെ പോലീസിന് ഈ സ്ഥിതി ഉണ്ടായത്. പോലീസ് സേന അടിമുടി അഴിച്ചു പണിയിടുന്ന സമയം അതിക്രമിച്ചു. പഴയ ബ്രിട്ടീഷുകാരുടെ ട്രെയിനിങ് പ്രോഗ്രാം മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് റെക്ടിഫിക്കേഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് 600ഓളം ആളുകളെ ഇതിനകത്തുനിന്ന് പുറത്താക്കിയത്, മറ്റുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നതും. അതെന്താ മനസ്സിലാക്കാത്തത്? അല്ലാതെ കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നങ്ങൾക്കാണോ ഇവിടുത്തെ പോലീസുകാരെ പുറത്താക്കിയത്? കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നം കൊണ്ടാണോ ഇത്രയധികം ആളുകളെ നടപടിയെടുത്തത്? അതിന് ആർജവമുള്ള ഒരു സർക്കാർ വേണം. ആർജവമുള്ള ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തെന്നല്ല ചോദിച്ചത്. അവരെ ട്രാൻസ്ഫർ ചെയ്തു, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു, അവരുടെ സർവീസിൽ റെഡ് മാർക്ക് ഇടൂ. ഇതൊക്കെ കളിച്ച കാര്യമാണോ? ഈ ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇതെങ്കിലും ചെയ്യുമായിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നെങ്കിൽ, AK ആന്റണിയുടെ കാലത്തായിരുന്നെങ്കിൽ പോലീസ് ഇവിടെ എന്താ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ ആരാണ് ഭരിക്കുന്നതെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ സംഘപരിവാറിന്റെ വിളയാട്ടമായിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു അവർക്ക്. അവർ ഹാൻഡ് ആൻഡ് ഗ്ലൗ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലീസ് സ്റ്റേഷൻ നടക്കുന്ന മർദ്ദനങ്ങളും ഇതിന്റെ അപ്പുറത്തെ മർദ്ദനങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് ധാരാളം ഇത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉരുട്ടി കൊലകൾ ഉണ്ടായിട്ടുണ്ട്, 3rd ഡിഗ്രി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് 2 അടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇത്ര വലിയ കാര്യം ഉണ്ടാവുന്നത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇട്ടാലോ അതിനുവേണ്ടി വാദിക്കാനും ആളുണ്ടാവും. ഒരു സൈക്കോപാത്ത് ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് നാളെ മറ്റന്നാളോ എന്തായാലും ജയിലിനുള്ളിലാവുന്നുണ്ട്. ഈ സമരവുമായിട്ട് ഇറങ്ങാൻ യാതൊരു എളുപ്പമില്ലാത്ത ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ കാണുമെന്നുള്ളതിനകത്ത് യാതൊരു മർദ്ദനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള പാർട്ടിയെ അനുകൂലിക്കുന്നയാളായ താങ്കളാണ് പറയുന്നത് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന്. അത്രേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. പിണറായി ഭരണത്തിന് കീഴിൽ ആർക്കൊക്കെയോ എതിരെ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ. ഇവിടെ ലോക്കപ്പ് മർദ്ദനങ്ങൾ കൂടി വരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. ഇപ്പോൾ പഴയതുപോലെയല്ല, ഇപ്പോൾ ദൃശ്യങ്ങളും കൂടുതൽ വ്യക്തതയുള്ളതാണ്. നേരത്തെ വരില്ലായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതാണ്. പക്ഷേ അത് വെളിയിൽ വന്നു. അങ്ങനെ വെളിയിൽ വരാത്ത എത്രയോ ഇടിമുറി മർദ്ദനങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഇതേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവാം, ഇതേ പോലീസുകാർ തന്നെ നടത്തിയിട്ടുണ്ടാവാം. അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ ജനീഷ്, എന്തുകൊണ്ടാണ് ഈ നടപടി ഉണ്ടാകാതെ പോയത്? ഇപ്പോൾ ജയരാജ് പറയുന്നുണ്ട് ഇൻക്രിമെന്റ് കട്ട് ചെയ്തു, സർവീസിൽ ബ്ലാക്ക് മാർക്ക് വീണു, സ്ഥലം മാറ്റി എന്ന്. അത് എന്തൊക്കെ നടപടികളായിരുന്നു വന്നിരുന്നത്? കുറ്റക്കാരാണ് ഇന്റേണൽ റിപ്പോർട്ട് തന്നെ, ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തന്നെ വന്നിരുന്നോ? പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തന്നെ ഈ പോലീസുകാരെ കുറ്റം ചെയ്തു എന്നുള്ളതാണല്ലോ. എന്തായാലും അവരെ സ്ഥലം മാറ്റേണ്ടി വന്നു, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യേണ്ടി വന്നു. ആ ഘട്ടത്തിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് പോലീസ് മാനുവലിന്റെ വിരുദ്ധമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിന്റെ ഗ്രാവിറ്റി പരിശോധിക്കുന്നതിൽ അവർക്ക് വലിയ പോരായ്മ ഉണ്ടായില്ലേ? ആ വിഷ്വൽ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അതൊരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കേണ്ട കാര്യമല്ല എന്ന് ബോധ്യപ്പെടുമല്ലോ. ഇങ്ങനെയുള്ള പോലീസുകാരെ വെച്ച് എങ്ങനെയാണ് ഒരു സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇപ്പൊ ഈ നൂമാനെ തൃശ്ശൂർ വിയ്യൂര് സ്റ്റേഷനിലാണ് SI ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. മറ്റു 2 പേരും തൃശ്ശൂർ ഈസ്റ്റും വെസ്റ്റും പോലെയുള്ള ഏറ്റവും സുപ്രധാനമായ ടൗൺ കേന്ദ്രീകരിച്ചുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ നടപടി കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടാകും? ഈ നടപടി ഇവർക്ക് എന്തെങ്കിലും നടപടിയായി തോന്നുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. അത് ഈ സർക്കാരിന്റെ തെറ്റായ നയമാണ്. ജയരാജ് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. ഞാനിപ്പോ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ, 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വെറും 2 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നേരിട്ട, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നേരിട്ട, ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നേരിട്ട ഒരു അക്രമത്തെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ജയരാജ് മറുപടി പറയാൻ എവിടേക്കാണ്? അദ്ദേഹം വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകാനാണെങ്കിൽ എത്രയോ കഥകൾ നമുക്ക് പറയാൻ വേണ്ടി വേറെയുമുണ്ട്. എത്രയോ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വരാപ്പുഴയിലെ സ്നീച്ച് ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ആ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് തന്നെ, പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ CPM സാധിക്കില്ല. ഇവിടെ വളരെ കൃത്യമായി പോലീസുകാരെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് DIG ഹരിശങ്കർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെ സ്ഥലം മാറ്റി, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു, കൈകൊണ്ടിടിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കൈകൊണ്ടിടിക്കാൻ പോലീസിന് അധികാരമുണ്ടോ? അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന പ്രതിയെ CCTV ഉള്ളിടത്തോ CCTV ഇല്ലാത്തിടത്തോ മാറ്റി നിർത്തി പോലീസിനെ മർദ്ദിക്കാനുള്ള അധികാരം പോലീസ് മാനുവലിൽ പറയുന്നുണ്ടോ? റീസണബിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ്? അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയുധം കയ്യിൽ വെക്കുന്ന പ്രതികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിയെ പോലീസ് ഏതെങ്കിലും ഗുണ്ടാതലവന്മാരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു കേസിൽ രാഷ്ട്രീയ പ്രതികളെ പിടിക്കുമ്പോൾ അവരുടെ പുറകിൽ അവരുടെ ശരീരത്തിൽ 3ാം ഡിഗ്രി പ്രയോഗിക്കുക, 3ാം മുറ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയാൽ പോരാ, ഇവരെ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യേണ്ടവരാണ്,
ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ടവരാണ്. ഇവർ പോലീസിന് ഒരു അപമാനമാണ്. ആ ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. ഇവിടെ നേരത്തെയുള്ള മുൻകാല കേസുകളിലൊക്കെ തന്നെ വളരെ കൃത്യമായ വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവർക്ക് സ്വീകരിക്കാവുന്ന ഇവരുടെ പേരിൽ എടുക്കാവുന്ന നടപടികളെ പറ്റി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ സർക്കാരിന് മാറി സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഈ നിലവിൽ ഇവർക്കെതിരെ കേസ് ഉണ്ടല്ലോ അല്ലെ? ഈ പോലീസുകാർക്കെതിരെ കേസ് നിലവിലുണ്ടല്ലോ അല്ലെ? മജിസ്ട്രേറ്റ് ഇടപെടുകയും ഈ കേസ് തന്നെ എങ്ങനെയാണ്? ഈ കേസ് തന്നെ സുജിത്ത് കോടതിയിൽ പോയതാണ്. എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിന്റെ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് സുജിത്ത് പോലീസ് കേസെടുക്കാത്തതിന്റെ ഭാഗമായി കോടതിയിൽ പോയി CRPC പ്രകാരം 156 പ്രകാരം അദ്ദേഹം പോലീസിനെതിരെ കോടതിയിൽ പോയതിന്റെ ഭാഗമായി എടുത്ത കേസാണ്. ഇന്ന് ഹരിശങ്കർ DIG പറഞ്ഞത് ഈ കേസ് കോടതിയിൽ നിൽക്കുകയാണെന്ന്. എങ്ങനെയാണ് കോടതിയിൽ വന്നത്? കോടതിയിൽ വന്നത് സുജിത്തിന് നീതി ലഭിക്കാതായപ്പോൾ സുജിത്ത് കോടതിയിലേക്ക് സമീപിച്ച് പോലീസിനെ ഡയറക്ട് ചെയ്യിപ്പിച്ചതാണ് ഈ കേസെടുപ്പിക്കാൻ വേണ്ടി. അതാണ് ഇന്ന് നിലനിൽക്കുന്നത് പറയുന്ന കോടതിയുടെ ഇടപെടലുണ്ടായി എന്ന് പറയുന്നത്. അപ്പൊ പോലീസ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോലീസ് മാനുവലിന് വിരുദ്ധമായി, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന പ്രവർത്തനത്തിന് വിരുദ്ധമായി പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ 3ാം മുറ പ്രയോഗിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ജയരാജ് നേരത്തെ പറയുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇത് രാഷ്ട്രീയമെല്ലാം മാറ്റിവെക്കും. സുജിത്ത് യൂത്ത് കോൺഗ്രസ് ആണെന്നുള്ളത് മാറ്റിവെക്കും, ഒരു പൊതുപ്രവർത്തകനാണെന്നുള്ളത് മാറ്റിവെക്കും. ഒരു പൗരന് ഇതാണ് നീതി ലഭിക്കേണ്ടത്. അയാൾക്ക് ആർട്ടിക്കിൾ 21 പ്രകാരം അയാൾക്ക് ജീവിക്കാനുള്ള അയാളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് പോലീസ് നടത്തിയത്. അതിനെതിരെ ഈ സർക്കാർ നടപടി എടുക്കേണ്ടത്. ഒരു പൗരന്റെ ജീവന് ഈ സർക്കാരിന് ബാധ്യതയില്ലേ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ശരി, ശ്രീ MK ഹരിദാസ്, ഇത് കൂടുതൽ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പോലീസിനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും മദ്യപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും മറ്റൊരു കേസിൽ കുടുക്കി അതുവഴി അത് വളർത്തിയെടുത്ത് കാപ്പ ചുമത്തുന്നതിൽ വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന പോലീസായി മാറിയിരിക്കുകയാണ് നിരപരാധികൾക്കെതിരെ. അത് പോലീസിന് അനിഷ്ടം തോന്നിയാൽ അങ്ങനെ സംഭവിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ്. ഇവിടെയും ഗുണ്ടായിട്ട് ചുമത്തുവാനുള്ള ശ്രമം വരെ ഉണ്ടായി, കാപ്പ ചുമത്തുവാനുള്ള ശ്രമം ഉണ്ടായി. ഇതെങ്ങോട്ടാണ് പോകുന്നത്? നോക്കൂ, ഇവിടെ ഈ ചർച്ചയിൽ സത്യത്തില് ശ്രീ ജയരാജിനെ കിട്ടിയത് നല്ലതാണ്. കാരണം ഇത് ഈ പോലീസുകാരുടെ ഒരു മാനസിക പ്രശ്നം കൂടിയാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പൊ അദ്ദേഹം അതിനൊരു ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള കുറെ പോലീസുകാര് സേനയിൽ ഉള്ളത് കൊണ്ടാണ് പോലീസിന് ഇത്തരത്തിലുള്ള മാനക്കേട് വരുത്തത്തക്ക തോതിൽ ഇങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന നിലയ്ക്ക് ഒരു കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കേണ്ടതിന് പകരം ഒരു ചെറുപ്പക്കാരനെ 4 ഇടി ഇടിച്ചതിന്റെ പേരിലാണോ ഇപ്പൊ ഈ വിഷയം എന്നൊക്കെ ചോദിക്കുന്നത്. ഈ വിഷയത്തെ അങ്ങനെ ലഘൂകരിച്ച് കാണരുത് ശ്രീ ജയരാജ്. കാരണം താങ്കൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പറയുകയാണ്, ഇവിടെ ഒരു സർക്കാരിന്റെ കാലത്തും ഒരു DGP ഒരു കൊള്ളസങ്കേതത്തിൽ, ഒരു മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൊള്ളസങ്കേതത്തിൽ പോയിട്ട് അവിടെ മോഷ്ടിച്ചും കട്ടും ഉണ്ടാക്കിയിട്ടുള്ള സിംഹാസനത്തിന്റെ മുകളിൽ ഇരുന്നൊരു ഫോട്ടോ ഇട്ടിട്ട് അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒരു DGPയും ADGPയും കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ എത്രത്തോളം പോലീസുകാർക്ക് ഈ സർക്കാരിനെ ഭയമുണ്ട്, ഈ സർക്കാരിന് പോലീസിനെ എത്രത്തോളം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, ഇതൊക്കെ ഈ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്തോ തെറ്റ് ചെയ്യട്ടെ, ഇനി അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ അറസ്റ്റ് ചെയ്യാമെന്ന പോലീസുകാരെ ചോദ്യം ചെയ്തതോ അല്ലെങ്കിൽ പോലീസുകാരെ മർദ്ദിക്കാൻ നിന്നതോ എന്തോ ആവട്ടെ, അതിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് വട്ടം വളഞ്ഞിട്ടിട്ട് അത് ആ ചെറുപ്പക്കാരൻ ചെയ്യില്ല. കുന്നംകുളത്ത് നിന്നും എന്റെ വീട്ടിലേക്ക് കേവലം 8 കിലോമീറ്ററാണുള്ളത്, കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടപ്പോ ഈ ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് CPM-ന്റെ പ്രാദേശിക നേതാക്കൾക്ക് വരെ അങ്ങേയറ്റം അഭിപ്രായമാണ് ശ്രീ ജയരാജ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിതിലും ചെയ്യില്ല. തന്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു എന്താണ് വിഷയം. അത് ഏമാന്മാർക്ക് പിടിക്കാത്തതിന്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് പ്രാദേശികമായിട്ട് കുന്നംകുളത്തെ എല്ലാ CPM പ്രവർത്തകർക്കും അറിയാം. കാരണം AC മൊയ്തീനെതിരെ ഇദ്ദേഹം നിരന്തര സമരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഇപ്പൊ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കും വിവരം കിട്ടിയിട്ടുണ്ട്. മഞ്ജുഷ, ഈ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 1758 ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരാണ് സേനയിൽ ഉള്ളതെങ്കിൽ ഇന്നത് 3000 ചില്ലാനും കടന്നിട്ടുണ്ട്. പക്ഷെ സർക്കാർ കണക്കെടുക്കുന്നില്ല. അപ്പൊ ഈ പോലീസ് സേനയിലുള്ള ഇത്രയും ക്രിമിനൽസിന് കൃത്യമായ തണലൊരുക്കി കൊടുക്കാൻ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോരോ ഗോഡ് ഫാദർമാര് ഉണ്ട് എന്നുള്ളത്, അതായത് പാർട്ടി സ്നേഹം കൂടി കാണിച്ചതാണ് അല്ലേ ശ്രീ MK ഹരിദാസ്? താങ്കൾ പറഞ്ഞപ്പോഴാണ് അത് ബോധ്യമാവുന്നത്. പാർട്ടി സ്നേഹം കൂടി കാണിച്ചതാണ്. അപ്പോൾ ആ പാർട്ടി സ്നേഹം കാണിച്ചതിന് റിവാർഡും കിട്ടി. നേരത്തെ ഇരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സ്റ്റേഷനിലേക്കാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാതിരിക്കാൻ പറ്റുമോ മഞ്ജുഷേ? ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കുകയാണ്. അതായത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി,
പിണറായി വിജയനോട് എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ട് ഈ മർദ്ദനത്തിൽ ശ്രീ ജയരാജ് ആ പയ്യൻ ചത്തുപോയി കഴിഞ്ഞ ഈ കളിയൊന്നുമല്ല. വരാപ്പുഴയിലെ ശ്രീജിത്തും മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോകേണ്ട കാരണം കൊണ്ട് മരിക്കേണ്ടി വന്ന കെവിനും ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ പിണറായി വിജയന്റെ ഭരണകാലത്താണ്. ഗുണ്ടകള് ഒരു 17-കാരനെ കൊന്നിട്ട് ശവം കൊണ്ടിട്ടത് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടത് ഈ പിണറായി വിജയന്റെ ഭരണകാലത്താണ്. ആഭ്യന്തര വകുപ്പിനുള്ളിൽ വേണ്ടതായിട്ടുള്ള ഒരു ക്രമസമാധാനം നഷ്ടപ്പെട്ടിട്ട് 9 വർഷവും 3 മാസവുമായി എന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു മഞ്ജുഷ്. അതിന്റെ ദൂഷിത ഫലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ. അതിന്റെ ഒടുക്കത്തെ ഉദാഹരണമാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുജിത്ത് കാണിച്ച ഈ ധീരത, ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പയ്യൻ കാണിച്ച ധീരതയിലൂടെ ഇനിയും ഇത്തരം ചെറുപ്പക്കാർ പോലീസിന്റെ കെണിയിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു സന്ദേശം നൽകാൻ കൂടി ആ ചെറുപ്പക്കാരൻ തയ്യാറായിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ ജയരാജ്, ഇതുവരെ ഈ സുജിത്തിനെ സംശയനിഴലിൽ നിർത്തുമായിരുന്നു. താങ്കൾക്ക് ഇപ്പോഴും സംശയമാണ് അവിടെ എന്ത് കാണിച്ചു സുജിത്ത് എന്ന്. ഈ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതുവരെ സുജിത്തിനെ സംശയനിഴലിൽ നിർത്തിയിരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നേതാവ് കൂടി ആയതുകൊണ്ട് കള്ളത്തരം പറയുകയാണ്, പിണറായി വിജയൻ സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി നിങ്ങൾ സൈലന്റ് ആകേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വികസിച്ചത്. അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഈ CCTV ദൃശ്യങ്ങളെന്ന് പറയുന്നത് നടാടെയല്ലല്ലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നടന്ന സംഭവം പറയുന്നത് അതിന് മുമ്പ് നടന്ന സംഭവം നമ്മൾ കാണണ്ടേ? ഇതിനു മുമ്പ് ഭരിച്ച സർക്കാരുകൾ എന്താണ് ഇവിടെ ചെയ്തതെന്നുള്ള ഇത് ആവർത്തിക്കരുത് എന്നാണ് ശ്രീ ഡോക്ടർ ബി ജയരാജ്. ഇനി ആവർത്തിക്കരുത് എന്നാണ് നമ്മൾ കൂടുതലായിട്ടും പറയേണ്ടത്. പക്ഷേ ആവർത്തിക്കുമെന്ന് തന്നെയാണ്. ഇവരൊക്കെ സർവീസിലുള്ളപ്പോൾ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നേ. ഒരു നടപടി മേനി പറയും ഇത്ര പേർക്കെതിരെ നടപടിയെടുത്തുവെന്ന്. മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളവർ കൂടിയാണ് ഈ രീതിയിൽ പെരുമാറുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന കേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് സേന അടിമുടി മാറണം. കാരണം ബ്രിട്ടീഷുകാരെ എങ്ങനെയാണോ പോലീസുകാരെ പരിശീലിപ്പിച്ചിരുന്നത് അതേ രീതിയിൽ നിന്ന് തന്നെ അണുവിട വ്യത്യാസമില്ലാതെയാണ് ഇന്നും പോലീസ് സേനയിലെ ട്രെയിനിങ് തൊട്ട് നടക്കുന്നത്. എത്രയോ എൻ്റെ കൂട്ടുകാരുണ്ട് പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിലും പോലീസ് റാങ്കിലും പോയിട്ട് അവർ ട്രെയിനിങ് പോലും പൂർത്തിയാക്കാതെ, കാര്യം ഈ പീഡനം സഹിക്കുക വയ്യാതെ കളഞ്ഞിട്ട് പോയ എത്രയധികം ആളുകളുണ്ടെന്നറിയാം. കാര്യം ഇൻഹ്യൂമൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഇവർക്ക് ഉപയോഗിക്കുന്ന മേലുദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ഭാഷയാണ്. പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരും അവരെ പ്രഷറൈസ് ചെയ്ത് എത്ര പോലീസുകാരാണ് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നത്? അവരുടെ മൊറലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇത്തരം ആളുകൾ ചെയ്യുന്നുണ്ട്, സ്ഥിരമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ MK ഹരിദാസ് പറഞ്ഞ കണക്കല്ല 1732 നിന്ന് 3000 ആണെന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണല്ലോ പോലീസ് എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ എത്രമാത്രം ക്രിമിനൽസും കൾപ്രിറ്റ്സും ഉണ്ടാകുന്നു അതിന്റെ ഒരു ശതമാനം പോലീസ് സേനയിൽ കടന്നുവിടും. അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തുന്നത്. അതിശക്തമായ നടപടിയെടുത്ത് പോലീസുകാരെ സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞുവിടുന്നത്. ആ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇവരുടെ മാനസികമായ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നേരിടുന്ന പ്രഷറാണ്, അവർ നേരിടുന്ന സ്ട്രെസ്സാണ്, അവർ നേരിടുന്ന ട്രെയിനിങ്ങിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ പോലീസ് സേനയ്ക്ക് അടിമുടി അഴിച്ചുപണി ആവശ്യമാണെന്ന് പറയുമ്പോൾ തന്നെയും മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത് വൈരാഗ്യം തീർക്കുന്നതാണ്. ഇത് വൈരാഗ്യം തീർക്കൽ മാത്രമാണ്. ഇതിനകത്ത് മറ്റൊരു ഘടനയില്ല. ഒരു കേസ് തെളിയിക്കുന്നതിന് ഒന്നുമല്ല ഇത് നടന്നിരിക്കുന്നത്. വൈരാഗ്യം തീർക്കുക, ആ ചെറുപ്പക്കാരനോടുള്ള വൈരാഗ്യം എന്നത് കൈക്കരുത്തിൽ തീർക്കുക എന്നത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേ മനോനിലയുള്ള ആളുകളാണെങ്കിൽ അതിനുശേഷവും അതിന് മുൻപും ഈ രീതിയിൽ വൈരാഗ്യം തീർത്തിട്ടുണ്ടാവും മറ്റുള്ളവരോടും. അതുകൊണ്ടാണ് ഈ സേനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഇനി അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പമുണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിട്ടുകൂടി ഇവർ ഇപ്പോൾ സർവീസ് തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ ജനീഷ്, എന്തെല്ലാം മറ്റു സ്വാധീനങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ സർവീസിൽ ഇങ്ങനെ തുടരുവാൻ അനുവദിക്കുന്നതിൽ? അത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഈ 4 പേരെയും സംരക്ഷിക്കുവാനായിട്ട് മറ്റെന്തെല്ലാം ഇടപെടലുകൾ നടന്നിട്ടുണ്ട്? നിങ്ങൾ സംശയിക്കുന്ന മറ്റു സ്വാധീനങ്ങൾ ഏതെല്ലാം രീതിയിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഈ 4 പേരെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം.
കാരണം ഇത് 2 വർഷക്കാലമാണ് സുജിത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തേണ്ടതായി വന്നത്. ഇപ്പൊ നേരത്തെ കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന കേസാണെന്ന് പറഞ്ഞു. ആ കേസ് പോലും 2025 ജൂൺ മാസം 26-ാം തീയതിയാണ് കോടതിയുടെ ഓർഡർ വരുന്നത്. അപ്പോ 2 വർഷക്കാലം സുജിത്ത് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത് ഈ പോലീസുകാരെ രാഷ്ട്രീയമായി സംരക്ഷിക്കാൻ CPM തീരുമാനമെടുത്തത് കൊണ്ടാണ്. അതല്ലാതെ മറ്റേതെങ്കിലും കാരണങ്ങളായിരുന്നെങ്കിൽ ഇവരെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, തന്ത്രപ്രധാനമായ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവരെ മാറ്റി നിയമിക്കുന്ന ഘട്ടം കണ്ടത്, മാറ്റി നിയമിക്കുന്ന സാഹചര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയമായി സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണല്ലോ മർദ്ദിച്ചിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ച് അധിക യോഗ്യതയായി CPM പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇത് പോലീസ് മാനുവലിന് വിരുദ്ധമായ പെരുമാറ്റമാണ് എന്ന് അവർക്ക് നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർ തന്നെ കൊടുത്തിട്ടുള്ള ആഭ്യന്തരമായ അന്വേഷണ റിപ്പോർട്ടിൽ പോലും ഈ പോലീസുകാർ കുറ്റക്കാരാണ് എന്ന് പറയുന്നുണ്ട്. ഈ നൂഹ്മാൻ എന്ന് പറയുന്ന SI അയാൾ നിരന്തരമായി ഇത്തരത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ഏറ്റവും അവസാനം തൃശൂർ സ്വരാജ് റൗണ്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നപ്പോൾ പോലും ആ പ്രതിഷേധത്തിൽ തൃശൂർ ഈസ്റ്റ് CI ഉൾപ്പെടെയുള്ള ആളുകൾ സമാധാനപരമായി ഇടപെടുന്ന ഘട്ടത്തിൽ പോലും ഈ നൂമാൻ എന്ന് പറയുന്ന SI ആണ് അവിടെ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസുകാരെ ലാത്തി കൊണ്ട് മർദ്ദിക്കാൻ വേണ്ടി ആദ്യം തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഇയാൾ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ്. ഇയാൾ ഒരു പൊതുശല്യമാണ്. ഇയാള് പോലീസിന് തന്നെ അപമാനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇയാൾക്ക് ഒരു ക്രിമിനൽ മനോഗതിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വെച്ചിട്ടാണോ പോലീസ് ജനമൈത്രി പോലീസ് നടപ്പാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ ജനങ്ങളോട് വിശദീകരിക്കട്ടെ. എന്തായാലും ഇവരെ അധികകാലം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സർക്കാരിന് സാധിക്കില്ല. ഇവരെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും. ഇവരെ രാഷ്ട്രീയമായി തന്നെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകും. എത്രയൊക്കെ CPM നേതാക്കന്മാർ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും AC മൊയ്തീന് എത്രയൊക്കെ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയാലും ഈ കുറ്റവാളികളായിട്ടുള്ള അക്രമികളായിട്ടുള്ള പോലീസുകാരെ നിയമത്തിന് മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ AC മൊയ്തീന്റെ പേര് താങ്കൾ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? AC മൊയ്തീന്റെ തണലിലാണോ ഈ SI വളർന്നത്? അങ്ങനെയുണ്ടോ? കേട്ടില്ല, ഒന്നുകൂടി. അല്ല, AC മൊയ്തീന്റെ പേര് പറയുന്നു ആവർത്തിച്ച്. AC മൊയ്തീന്റെ തണലിൽ വളർന്ന ആളാണോ ഈ SI? എന്താണ് അങ്ങനെ ഒരു ആരോപണം വരുന്നത്? AC മൊയ്തീന്റെ വളരെ വേണ്ടപ്പെട്ട സ്റ്റേഷനാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഒരു നിയമനം പോലും AC മൊയ്തീൻ അറിയാതെ നടക്കുന്നില്ല. അദ്ദേഹം അറിയാതെ ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരെ പോലും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നിരന്തരമായി AC മൊയ്തീനെതിരെ സമരം നടത്തുന്ന ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരെ പലപ്പോഴായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമിക്കുന്ന സമീപനം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചു നിർത്തിയതും AC മൊയ്തീന്റെ ഇടപെടൽ കൂടെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയം അക്രമികളെ സംരക്ഷിക്കുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ നയവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അതിനെതിരായ ഒരു കാര്യം കൂടി, അല്ല, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഈ പോലീസുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വകുപ്പ് തല നടപടികളിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? ഈ പോലീസുകാർ ഇന്ന് എവിടെയാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഈ പോലീസുകാർ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും, കോൺഗ്രസ് മാർച്ച് നടത്തും. നാളെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നൂമാന്റെ വീട്ടിലേക്കും മാർച്ച് നടത്തും. അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ സംരക്ഷണത്തിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും സംരക്ഷണത്തിന്റെ ലാവണങ്ങളിൽ കഴിയാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ രാഷ്ട്രീയമായ നേരിടേണ്ടതായ രീതിയിൽ തന്നെ നേരിടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പോലീസുകാരെ കായികമായി ആക്രമിക്കുമെന്നുള്ളതല്ല ഞങ്ങൾ സൂചിപ്പിച്ചത്. ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ നിരന്തരമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു സഞ്ചരിക്കുന്ന ആഭ്യന്തര വകുപ്പ്, സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. അന്ന് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി കടന്നു വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹത്തിന്റെ കാറിൽ നിന്നിറങ്ങി ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലീസുകാർക്ക് ഈ സർക്കാർ ഒരുക്കുന്ന സംരക്ഷണമാണ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MK ഹരിദാസ്, ഇപ്പോൾ 2 തരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്താം ആഭ്യന്തര വകുപ്പിന്. ഒന്ന്, ഇത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്. കോടതി നേരിട്ട് ഇടപെട്ട് ഈ പോലീസുകാർക്കെതിരെ കേസെടുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് ആഭ്യന്തര അന്വേഷണം നടന്നിരുന്നതാണ്, അവർക്കെതിരെ ശിക്ഷാ നടപടിയും എടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രതിരോധം തീർക്കുമല്ലോ സ്വാഭാവികമായിട്ടും.
സേനയുടെ പേര് കളയാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ഇഡിയറ്റ്സുകളെയൊക്കെ എത്രയും വേഗം സേനയിൽ നിന്ന് തൂത്തുവാരി പുറത്തു കളയാണ് വേണ്ടത് മഞ്ജുഷെ. അതിന് കോടതിയിൽ നിൽക്കുന്ന കേസാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതല്ല. കാരണം ഇവരൊക്കെ നാളെ ഇന്ന് ഒരു സുജിത്തിനെ കിട്ടിയപ്പോൾ ഇങ്ങനെയാക്കി, നാളെ MK ഹരിദാസിനെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ നിലയ്ക്കാക്കുക. ഇത്തരം മനോഭാവമുള്ള പോലീസുകാരെ ഈ സേനയിൽ ഉള്ളിടത്തോളം കാലം ഈ സേന നന്നാവില്ല. ഈ പോലീസ് എന്ന വാക്കിനെ സാമൂഹ്യ സേവകർ എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്നുള്ള ഒരു ബോധമുള്ള എത്ര പോലീസുകാർ നമ്മുടെ ഈ ഇപ്പൊ സേനയിലുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള ഒരു ബോധം വരത്തക്ക തോതിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്തിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് നേതാവേ, താങ്കളോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ 2-3 പ്രാവശ്യം വെല്ലുവിളിക്കുന്നു, നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ ഞങ്ങൾ രംഗത്തിറങ്ങും. ദയവ് ചെയ്തിട്ട് കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പറഞ്ഞിട്ട് ജാഥ നടത്തുന്ന DYFI-കാരുമായി നിങ്ങളും വെല്ലുവിളിച്ചിട്ട് ഇവിടുത്തെ ക്രമസമാധാനം തകർക്കരുത്. നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പിൻബലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ആഭ്യന്തര കലഹം ഉണ്ടാക്കത്തക്ക തോതിലുള്ള വെല്ലുവിളി ഇത്തരം ചർച്ചകളിൽ നടത്തരുത്. നിയമ പോരാട്ടം നടത്തൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. ഈ തെളിവുകൾ ധാരാളമാണ്. അതിനുവേണ്ടി നിങ്ങൾ കോടതി വഴിക്കേണ്ടേ. ഈ കേസ് ഇനി ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്. എന്തുകൊണ്ട് ഈ തെളിവുകളുള്ള ഇത്രയും ക്രൂരമായിട്ട് എന്നെ മർദ്ദിക്കുന്ന പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളത് കേരളത്തിന്റെ മൊത്തം ക്രമസമാധാനത്തിന് പ്രശ്നമാണെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ KT ജലീലിന്റെ കാര്യത്തിൽ കോടതി ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചത്, ഈ മന്ത്രി ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നോ എന്ന് KT ജലീലിന്റെ കാര്യത്തിൽ ചോദിച്ച മാതിരി ഈ കാര്യത്തിൽ ചോദിക്കും, ഈ പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നോ എന്ന് ചോദിക്കും. അതാണ് ആശങ്ക ഉയർത്തുന്ന ചോദ്യം. ഈ പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. ഈ 4 പേരിൽ ഒരാൾ മറ്റൊരു സർവീസിൽ തുടരുന്നു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. എങ്ങനെ സാധിച്ചു? ഇവർ ഇപ്പോഴും ഇതേ മനോനില തന്നെ തുടരുകയല്ലേ? സജീവൻ, സന്ദീപ്, നുഹ്മാൻ, ശശീന്ദ്രൻ, ഈ 4 പേരും കേരള പോലീസിന് അപമാനമാണ്. സർവീസിന്, സർക്കാർ ജോലിക്ക് അപമാനമാണ്. പക്ഷേ ഇവരിപ്പോഴും സർവീസിൽ തുടരുകയാണ്. ഇവരുടെ ചെയ്തികളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ലോകമറിഞ്ഞത്. ഇതുവരെ പൂഴ്ത്തി വയ്ക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ ആഭ്യന്തര വകുപ്പ്. മർദ്ദനമേറ്റ സുജിത്തിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെയും കാണരുത് എന്നുള്ള അപേക്ഷ മാത്രമാണ് ഉള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ പ്രതിഷേധം ശക്തമായിരിക്കും. ഇനിയും ഈ ചർച്ചകൾ തുടരും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. കുന്നംകുളം മർദ്ദനം പോലീസുകാർക്ക് സംരക്ഷണമോ എന്നതായിരുന്നു ചോദ്യം. അതേ എന്ന് 90% പ്രേക്ഷകരും, അല്ല എന്ന് 7% മാത്രം. ഇവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.